ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞതൊരു ഒരു അത്ഭുതമായി മാറും. കാരണം അയ്യപ്പൻ്റെ ശക്തി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലും ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഇതാണ് കൂടുതലുള്ളത്. ഇന്ത്യയുടെ മധ്യഭാഗത്തുണ്ട്. അതിനെല്ലാം ഉപരി ഒരുപാട് ഭക്തന്മാർ ഇന്ത്യക്ക് വെളിയിലുണ്ട്. ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു അയ്യപ്പൻ്റേതായ ഒരു സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാ അത്ഭുതവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കൂടിയാണ്. മാത്രമല്ല ഇപ്പം തന്നെ ഇവിടെ എയർപോർട്ട് വരെ വരാൻ പോവുകയാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നെറുകയിലെത്തും. ഈ നെറുകയിലെത്തുമ്പോൾ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളായി ഉണ്ടാകുകയും അതിലൂടെ വരുമാനമുണ്ടാകും. ഇവിടെ മാത്രമല്ല, ശബരിമലയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒരുപാട് വരുമാനങ്ങൾ. ഒന്നുമില്ല, ഈ വണ്ടികളിലെ ഓടി വരുന്നില്ലേ, ഈ വണ്ടി വരുന്നില്ല ഓടുമ്പോഴുള്ള ഡീസൽ, ഇതിൻ്റെ ടാക്സ്, ഇതെല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് കിട്ടുന്നില്ലേ. പിന്നെ ചെറുതും വലുതുമായി മെഴുകില്ല, താമ്പ്രാണിയായാലും തോർത്തായാലും മാലയായിട്ടും എന്തെല്ലാം ചെറുകിട തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കിട്ടുന്നില്ലേ. അങ്ങനെ എന്തിന് ഏറെ പറയുന്നു, ശബരിമല വലിയൊരു വികസനത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. അതിന് നമ്മളെല്ലാം സഹകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം പുറഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നത്, ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട നമ്മൾ ആ ചരിത്രത്തിൻ്റെക്ക് പുറകോട്ട് തിരിക്കാൻ പുറംതിരിഞ്ഞ് നിൽക്കുന്നതും അത് വലിയ ചരിത്രത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി മാത്രം മാറും. പക്ഷെ പല ആക്ഷേപങ്ങളും പറയുന്നുണ്ട്, ഇലക്ഷൻ വരുന്നു അതുകൊണ്ടാണ് അതൊക്കെ. എനിക്ക് താങ്കൾ ചോദിക്കാൻ പോകണം അതായിരിക്കില്ല. ഒന്ന്, ഇലക്ഷൻ ഇതുമായിട്ട് എന്നാ ബന്ധപ്പെടുക്കുക? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീപ്രവേശത്തെ അത്യുഗ്രമായി എതിർത്തുന്ന കാലത്തല്ലേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്, എന്നിട്ട് 99 സീറ്റിലല്ലേ പിണറായി ജയിച്ചത്? അതൊക്കെ ഒന്നും ബാലിശമായ ആരോപണങ്ങൾ പറയാതെ എന്തെങ്കിലും സ്ത്രീപ്രവേശനം എന്നുള്ള ഇഷ്യൂ ഇപ്പം ഇല്ലല്ലോ. മാത്രമല്ല, 4-5 കൊല്ലമായില്ലേ ശബരിമലയിൽ ശാന്തവും സുന്ദരവുമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു.